കുട്ടിക്കാലത്തേക്ക് പോകാൻ പോലെ ഗണിതം എന്ന വിഷയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ന വിഷയത്തിന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറച്ചു വെച്ചിരിക്കുകയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെ നമ്മൾ ലഘൂകരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് മുകളിലേക്ക് പറത്തി വിടുക. ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചോളൂ. ഇന്നത്തെ ഗണിതോത്സവ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സിദ്ധാർത്ഥൻ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ശ്രീ ഹക്കിം തോട്ടം, മറ്റധ്യാപക നമ്മുടെ PTA എക്സിക്യൂട്ടീവ് അംഗം സംസാരിച്ച എല്ലാ പ്രാസംഗികരും ഗണിതോത്സവത്തിൻ്റെ കാര്യങ്ങളെ പറ്റി വിവരിച്ചു. എന്തായാലും കണക്കുകൂട്ടലാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ആദരണീയനായ യോഗ അധ്യക്ഷൻ എൻ്റെ സുഹൃത്തുമായ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സിദ്ധാർത്ഥ, വിശിഷ്ട അതിഥികൾ, എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ, കുറെ നേരമായില്ലേ? ബോറടിക്കാൻ തുടങ്ങിയ ഇല്ല? കർത്തവ്യത്തിലേക്ക് നടക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേണുവട്ടൻ, അദ്ദേഹം വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ഊന്നൽ നൽകുകയും ഹൈസ്കൂളിലും അതുപോലെ തന്നെ UP സ്കൂളുകളിലും വന്ന് ഞങ്ങളെക്കൊക്കെ പല ഉപദേശങ്ങൾ തരുകയും ഞങ്ങളുടെ സ്വന്തം PTA പ്രസിഡന്റ് ഹക്കീം തോട്ടം അദ്ദേഹത്തിനും എൻ്റെ പേരിലും ഈ വിദ്യാലയത്തിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് ഈ ചടങ്ങ് മക്കളെ ആദ്യ ശബ്ദം ഇല്ലാണ്ട്
ഇത്രയും പോപ്പുലർ ആവാനുള്ള ഒരു കാരണം ഈ മാത്സ് ആണ്. അതായത് ഒരു ഗോൾഡൻ റേഷ്യോ എന്നൊരു സംഭവം കൂടി പറയുന്നത്. അത് നമ്മുടെ ചിലതൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക റേഷ്യോയിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമ്മൾ ആ കളർ കിട്ടുന്നത് അല്ലേ? പച്ചയും ചുവപ്പും ചേർന്ന മഞ്ഞ കിട്ടുന്നു. പഠിച്ചിട്ട് സെക്കൻഡറി ഒരേ അളവാണ്. അത് അങ്ങനെയാണ് വ്യവസ്ഥിതിക്കുന്നത്. അതിൽ കൂടുതൽ ഹസ്തഘടകം തോൽപ്പിട്ട് കുറേ കയ്യിലൊക്കെ കഴിപ്പിക്കുന്നില്ലേ? ഹസ്തഘടകം തോൽപ്പിട്ട് ഇതിന് അടുത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടത്തിൽ ആഹാരം ഇരിക്കില്ലേ അല്ലേ? നമ്മൾ ഒരാളുടെ വേഷം കെട്ടിക്കുന്നത് മഞ്ഞ കൂടുതലും നീലം കുറച്ച് ചേർക്കാൻ പാടില്ല. ഒരു പ്രത്യേക അളവുണ്ട്. 3:1 4:1 1 2 3 1 2 ഓരോ കാസ്റ്റിനെ സംബന്ധിച്ച് ഒരു കല്യാണ കന്യാണ്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറഞ്ഞ 65ഓളം സ്റ്റെപ്പുകള് ഏതുണ്ട്? ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരാള് ഒരു ലീഡർ കിട്ടാം. ആ പേപ്പർ വായിച്ചത് 10 പേര് നൽകില്ല. ടൈം അപ്പ് മതി. വന്നോളൂ. ഒരാൾ പള്ളി മോളിൽ കയറി ടൈം അപ്പ് മതി മോളോട്ട് വരും. സമയം കഴിഞ്ഞു വരും. രണ്ട് ഗ്രൂപ്പ്. അടുത്ത ടീം ഇനി ആരെങ്കിലും വെക്കാനുണ്ടോ? ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയുന്നില്ല. ഓക്കെ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നീളത്തിലുള്ള. മോളുടെ പേരെന്താ? ഭാരതശ്രീയാണ്. സമയം കഴിയാനായി. ഓരോ ആളെ കൊണ്ടുവരാം. തിങ്സ് കൊണ്ടുവരാം. ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഓരോ ആളുകൾ ഉണ്ടാക്കിയ സാധനം കൊണ്ടുവരാം. സമയം കഴിഞ്ഞിരിക്കണം. നടന്നോ മതി സമയം കഴിഞ്ഞു. 3 ഇനിയുണ്ട് 2 പേര് ഗ്രൂപ്പിൽ നിന്ന് ഒരാളൂടെ. വരൂ. ഒരാള് വരൂ. കാലുകെട്ടിയാണ്. എത്ര ഐറ്റമുണ്ട്? 3 ബോൾ. പിന്നെ എണ്ണം 2 റോക്കറ്റ്, 1 ഫ്ലവർ, 3 ബോൾ, 1 ക്യാപ്പ്, 1 ട്രയാങ്കിൾ, 1 സഡാക്കൊക്കെ, 1 പേഴ്സ്, ബോള്, ബാസ്ക്കറ്റ്, 2 റോക്കറ്റ്, 1 ബോൾ, 1 കിരീട, 1 തോണി, 1 മല, 2 തൊപ്പി, റോക്കറ്റ്, 1 ബോൾ. എന്താ സാധനം? സഡാക്കൊക്കെ 9 ഉണ്ടാക്കി തരാം. ഒരു മിനിറ്റ് ആയി. ഇനി 1 മിനിറ്റ് കൂടെ.
ടൈം മതി മതി. കയ്യിലുള്ള എത്ര എങ്ങനെ നോക്കാം എന്ന് നോക്കാം. ഇവര് BRC ട്രെയിനേഴ്സ് ആണ്. നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് ഇവര്. പഠിച്ചു പോയല്ലേ? നാളെ കൃത്യസമയത്ത് തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞാൽ എല്ലാവരും വേണ്ടി കഴിഞ്ഞോ? ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാവരും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. 3 സ്കൂളിൽ നിന്ന് അതിന്റെ പേരെടുത്ത് പറയാൻ ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ വന്ന് താല്പര്യത്തോടു കൂടെ ഇവിടെ വന്ന് പറയുക. ആദ്യം നാളെ ഞങ്ങൾ താല്പര്യത്തോടു കൂടെ വരും അല്ലെങ്കിൽ വരില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ഭക്ഷണം നന്നായിരുന്നു അല്ലെങ്കിൽ നന്നായിരുന്നില്ല. രസകരമായിരുന്നു. ഒന്നാമത്തെ ദിവസം തന്നെ വളരെ രസമായിരുന്നു. ഇനി വരുന്ന 2 ദിവസം അടുത്ത സ്കൂളിൽ